സുപ്രീം കോടതി ഗവർണർമാർക്ക് പൂട്ടിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ഭരിക്കാനല്ല ഗവർണർമാരെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് മേൽ ഇനി തോന്നുംപടി തീരുമാനമെടുക്കാൻ പറ്റില്ലെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അതിനായി കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നുണ്ട് കോടതി. നിയമസഭ പാസാക്കിയ 10 ബില്ലുകൾ തീരുമാനമെടുക്കാതെ പിടിച്ചുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടിക്കെതിരെയായിരുന്നു MK സ്റ്റാലിൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിലെ ഉത്തരവാണ് രാജ്യത്തെ BJP ഇതര സർക്കാരുകൾ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ സർക്കാർ ഗവർണർ പോരിൽ നിർണായകമാകുന്നത്. അർത്ഥശങ്കക്കേടില്ലാത്ത വിധമാണ് ഏപ്രിൽ 8-ന് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. ഗവർണറല്ല, സർക്കാരുകളുടെ തീരുമാനങ്ങളാണ് പ്രധാനം. അവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് ഭരണഘടനയെ മുൻനിർത്തിയാകണം ഏത് ഗവർണറാണെങ്കിലും നടപടി സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയ അനുഭാവം കാട്ടേണ്ടവരല്ല ഗവർണർമാരെന്നും ഭരണഘടനയ്ക്ക് അനുസൃതമായാകണം ഗവർണറുടെ പ്രവർത്തികളെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. ഗവർണർമാരെ മുൻനിർത്തി BJP രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമായിരിക്കെയാണ് പരമോന്നത കോടതിയുടെ സുപ്രധാന ഇടപെടൽ. RN രവിയുടെ നടപടി തെറ്റും നിയമവിരുദ്ധവുമാണെന്നായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അതുമാത്രമല്ല, സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് 10 ബില്ലുകൾ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഗവർണർ പിടിച്ചുവെച്ച് രാഷ്ട്രപതി അയച്ച ബില്ലുകളിൽ രാഷ്ട്രപതി ഇനി എന്ത് തീരുമാനമെടുത്താലും സുപ്രീം കോടതി പ്രത്യേകം അധികാരം ഉപയോഗിച്ച് പാസാക്കിയ ബില്ലുകളിൽ അത് ബാധകമാകില്ല എന്നതുകൂടിയാണ്. അതായത്, നിലവിൽ തമിഴ്നാട് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയില്ലെങ്കിലും കാര്യമുണ്ടാകില്ല. അനുച്ഛേദം 142 ഉപയോഗിച്ച് സുപ്രീം കോടതി ബില്ലുകൾ പാസാക്കിയത് കൊണ്ട് തന്നെ അവ നിയമമാകും. ഗവർണർമാരുടെ തീരുമാനങ്ങൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ സഹായവും ഉപദേശവും തേടിക്കൊണ്ടാകണമെന്നും കോടതി പറഞ്ഞതോടെ ഏറെക്കാലമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ നിയമയുദ്ധത്തിനു കൂടിയാണ് ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. കേരളത്തിൽ ഉൾപ്പെടെ ബില്ലുകൾ പാസ്സാക്കാത്തതിന്റെ പേരിൽ ഗവർണർ സർക്കാർ പോര് പലതവണ ഉടലെടുത്തിരുന്നു. ഇതേ തുടർന്ന് LDF സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഗവർണർമാർക്ക് ബില്ല് പാസ്സാക്കുന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കണമെന്ന് കേരള സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജിയിൽ മെയ് 13-ന് വാദം കേൾക്കാനിരിക്കെയാണ് നിലവിലെ ഉത്തരവ്. നിലവിലെ ഉത്തരവ് പ്രകാരം നിയമസഭ പാസ്സാക്കിയ ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. തിരിച്ചയക്കുന്ന ബില്ലുകൾ നിയമസഭ വീണ്ടും പാസ്സാക്കി അയച്ചാൽ ഗവർണർമാർ 1 മാസത്തിനുള്ളിൽ അംഗീകാരം നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ഒരു ബില്ല് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാൻ നീക്കിവെക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മാസത്തിനകം വേണം. മന്ത്രിസഭയുടെ ഉപദേശമില്ലാതെ ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ അതിന് 3 മാസമാണ് സമയം. അതല്ല, തിരിച്ചയച്ച ബില്ലുകൾ നിയമസഭ വീണ്ടും പാസ്സാക്കി അയച്ചാൽ ഗവർണർ 1 മാസത്തിനുള്ളിൽ അംഗീകാരം നൽകിയിരിക്കണം. ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഗവർണർമാർ അംഗീകാരം നൽകണമെന്നത് നിഷ്കർഷമാണെന്നും സുപ്രീം കോടതി പറയുന്നു. പലപ്പോഴും രണ്ടാമത് അയക്കുന്ന ബില്ലുകൾ അംഗീകാരം നൽകാതെ പിടിച്ചുവെക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയച്ച് വൈകിപ്പിക്കുകയോ ചെയ്യുന്ന രീതികൾ ഗവർണർമാർ സ്വീകരിക്കാറുണ്ട്. അതിന് വേണ്ട എന്നുകൂടിയാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ഗവർണർമാർക്ക് യാതൊരുവിധ വീറ്റോ അധികാരങ്ങളും ഇല്ലെന്നുകൂടി പറയുന്നുണ്ട് കോടതി ഉത്തരവ്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരമാണ് ബില്ലുകൾക്ക് മേൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് അധികാരം ലഭിക്കുന്നത്. ഒന്നുകിൽ ബില്ലിന് അംഗീകാരം നൽകാം, അല്ലെങ്കിൽ അനുമതി നിഷേധിക്കാം, അതുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് കൈമാറാം. ഇവ 3ഉമാണ് ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന ഭരണഘടനാ വ്യവസ്ഥ ഉപയോഗിച്ച് ഈ 3 കാര്യങ്ങളിലും വലിയ കാലതാമസം ഗവർണർമാർ വരുത്താറുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ചില ബില്ലുകൾ 2020 മുതൽ ഗവർണർ പിടിച്ചുവെച്ചിരിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടേത് ചരിത്രവിധി എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിശേഷിപ്പിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച പോലെ സർക്കാർ ഗവർണർ പോരിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് മേൽക്കൈ നൽകുന്നതാണ് കോടതി വിധി.